അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1401 സൂറത്തുർ റഅദ് 1-2 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം റാ تلك آيات الكتاب والذي أنزل إليك من ربك الحق ولكن أكثر الناس لا يؤمنون الله الذي رفع السماوات بغير عمد ترونها ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. അലിഫ് ലാം മീം റാ വ്യാഖ്യാനം അല്ലാഹുവിനറിയാം. തിൽക ആയാത്തുൽ കിതാബ്, ഇത് വേദഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു. വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക, തങ്ങളുടെ നാഥനിൽ നിന്ന് തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് അൽ ഹഖ്, സത്യമാകുന്നു. വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ, പക്ഷേ മിക്ക ജനങ്ങളും സത്യവിശ്വാസം സ്വീകരിക്കുന്നില്ല. അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളില്ലാതെ ഉയർത്തി നിർത്തിയവനാണ്. സുമ്മസ്തവ അലൽ അർശി, അർശിന്റെ ആധിപത്യം ഏറ്റെടുത്തവനുമാണ്. വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയവനുമാണ്. കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മ, ഓരോന്നും അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. യുദബ്ബിറുൽ അംറ, അല്ലാഹു തആല കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. യുഫസ്സിലുൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്നവനാണ്. ലഅല്ലക്കും ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ, നിങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാവാൻ വേണ്ടി എന്ന് അല്ലാഹു പറഞ്ഞു. 13-ാം അധ്യായം സൂറത്തുർ റഅദാണ് നമ്മൾ വിശദീകരിക്കാൻ തുടങ്ങുന്നത്. ഈ അധ്യായം മക്കി സൂറകളിൽപ്പെട്ടതാണ്. അതായത് ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറകളുടെ പൊതു സ്വഭാവം ഇതിനുണ്ടാകുമെന്നർത്ഥം. അല്ലാഹുവിന്റെ ഏകത്വവും അവന്റെ ആസ്തിക്യവും സ്ഥിരീകരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം സ്ഥിരീകരിക്കുന്ന, പുനർജന്മത്തെ കൃത്യമായി സ്ഥാപിക്കുന്ന സ്വഭാവം ഈ സൂറത്തിന്റെ പരാമർശനങ്ങളിൽ പൊതുവായി നമുക്ക് കാണാവുന്നതാണ് എന്ന് ചുരുക്കം. 43 സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. റഅദ് എന്ന് ഈ സൂറത്തിന് നാമകരണം ചെയ്യപ്പെട്ടത് റഅദിനെ സംബന്ധിച്ച്, മിന്നലിനെ സംബന്ധിച്ച് ഈ സൂറത്തിൽ പരാമർശനം വരുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഫയുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫത്തിഹി എന്ന ആയത്തിൽ ഈ അധ്യായത്തിന് മുമ്പുള്ള അധ്യായവുമായുള്ള ബന്ധം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത്, കഴിഞ്ഞ അധ്യായത്തിലെ ഏറെക്കുറെ അവസാന ഭാഗത്തായിട്ട് അല്ലാഹു തആല വിശദീകരിച്ച കുറെ സൂക്തങ്ങളുടെ പൊതുവായ വിശദീകരണത്തിന്റെ വിശദമായ പഠനമാണ് ഈ അധ്യായത്തിൽ. ഇപ്പൊ സൂറത്ത് യൂസുഫിന്റെ അവസാനം, ഏറെക്കുറെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ, ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്, ആ ദൃഷ്ടാന്തങ്ങളുടെ സമീപത്തുകൂടെ സഞ്ചരിച്ചിട്ടും അവർ അത് പരിഗണിക്കാതെ മാറിക്കളയുന്നുവല്ലോ എന്ന് അല്ലാഹു തആല സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗത്ത് വിശദീകരിച്ചു. അതേപോലെ
വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ബഹുദൈവാരാധകന്മാരായിക്കൊണ്ടേ അള്ളാഹുവിനെ കൊണ്ട് അവരിൽ മിക്കവരും വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ അഫാമിനു അൻ തഅതിയഹും ഗാശിയത്തും മിൻ അദാബില്ലാഹി ഔ തഅതിയഹുമുസ് സാഅ ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വരികയേയില്ല എന്ന നിർഭയത്വം അവർക്കുണ്ടോ? അന്ത്യനാൾ പെട്ടെന്ന് വരിക അവർ പോലും നനച്ചിരിക്കാത്ത നേരത്ത് എന്നതല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ വിശദീകരണമാണ്. അവിടെ പൊതുവായിട്ട് പറഞ്ഞതാണ് അല്ലാഹു തആല സൂറത്ത് യൂസുഫിൽ. അതിന്റെ വിശദമായ പഠനം ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ ആകാശങ്ങളിലൂടെയും ഭൂമിയിലൂടെയും അവർ അതുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങളുടെ അരികെ സഞ്ചരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതിലെ ദൃഷ്ടാന്തങ്ങൾ കാണാനും അത് മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് എന്ന് പൊതുവായി അല്ലാഹു തആല അവിടെ പറഞ്ഞു. എന്നാൽ ആകാശങ്ങളിലെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെ, ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെ എന്ന് വിശദമായി പറയുകയാണ് ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അപ്പൊ അതാണ് ആ അധ്യായവും ഈ അധ്യായവും തമ്മിലുള്ള ബന്ധമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ന് ചുരുക്കം. പിന്നെ അതേപോലെ ബഹുമാനപ്പെട്ട ഖുർആനിൽ ഈ സൂറത്തിന്റെ ആദ്യം സൂറത്ത് യൂസുഫിന്റെ അവസാനത്തെ സൂക്തവുമായുള്ള ബന്ധം അതെന്താണ് എന്നും പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫിന്റെ അവസാനത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞത് മാകാന ഹദീസൻ യുഫ്തറ വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി എന്നായിരുന്നു. വിശുദ്ധ ഖുർആൻ കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു വൃത്താന്തമല്ലെന്നും മറിച്ച് പൂർവ്വവേദങ്ങളെ സ്ഥിരീകരിച്ചും ആവശ്യമായ വിശദീകരണങ്ങളെല്ലാം നൽകിയും സമൂഹത്തിന് മാർഗദർശനവും സത്യവിശ്വാസികൾക്ക് കാരുണ്യവുമായിട്ട് വന്ന ഗ്രന്ഥമാണ് എന്നാണ് സൂറത്ത് യൂസുഫിന്റെ അവസാനം അല്ലാഹു പറഞ്ഞത്. എന്നാൽ സൂറത്തുർ റഅദിന്റെ ആദ്യത്തെ സൂക്തത്തിൽ അല്ലാഹു പറയണതോ അലിഫ് ലാം മീം റാ തിൽക ആയാത്തുൽ കിതാബ്, ഇത് വേദഗ്രന്ഥത്തിലെ സൂക്തങ്ങളാകുന്നു, തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് സത്യമാകുന്നു, അധിക ആളുകളും അത് വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പൊ സൂറത്ത് യൂസുഫിന്റെ അവസാനവും സൂറത്തുർ റഅദിന്റെ ആദ്യവും വിശുദ്ധ ഖുർആനിന്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശനങ്ങളാണുള്ളത് എന്ന് ചുരുക്കം. അപ്പൊ ആ നിലക്കാണ് അതിന്റെ ബന്ധം നിലനിൽക്കുന്നത്. ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അത് പടച്ചവൻ അവതരിപ്പിച്ചതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്നോ സാഹിത്യമോഷണം നടത്തി കൊണ്ടുവന്നതല്ലെന്നും ആണ്. അതേപോലെ ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഉള്ളടക്കം പ്രകൃതിയിലെ വസ്തുക്കൾ തന്നെ അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെയും അവന്റെ ഏകത്വത്തിന്റെയും തെളിവായി, ദൈവാസ്തിക്യത്തിന്റെയും അതേപോലെ തന്നെ അവന്റെ ഏകത്വത്തിന്റെയും തെളിവായി പ്രകൃതിയിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഈ സൂറത്തിൽ പ്രത്യേകമായി പരാമർശിക്കുന്നു. പുനർജന്മത്തെ നിഷേധിക്കുന്ന ആളുകളുടെ ആ നിഷേധത്തെ അത്ഭുതത്തോടുകൂടെ കാണുകയും അതിന്റെ ബുദ്ധിശൂന്യത ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അധ്യായത്തിൽ. അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനെ വിശ്വസിക്കാത്ത, പ്രവാചകരെ വിശ്വസിക്കാത്ത അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകുമെങ്കിൽ അതെന്തേ വരാത്തത് എന്ന് ശത്രുക്കളുടെ ധൃതിപ്പെട്ടുള്ള ആവശ്യവും അത് സംബന്ധമായ പരാമർശനങ്ങളും ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, അവൻ മാത്രമാണ് റബ്ബ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം ഈ സൂറത്തിൽ പ്രത്യേകമായി പരാമർശിക്കുകയും അള്ളാഹുവിനെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെ കണ്ണുകാണുന്നവനോടും അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിക്കാത്ത ശിർക്കിന്റെ സ്വഭാവത്തിലൂടെ പോകുന്നവരെ അന്ധനോട് ഉപമിക്കുകയും ചെയ്തുകൊണ്ടുള്ള വളരെ സാഹിത്യപരമായിട്ടുള്ള പരാമർശനം ഈ അധ്യായത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഈ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനമായും പ്രവാചകരെ നിരാകരിക്കുകയും ദൃഷ്ടാന്തങ്ങൾ അവരോട് അനാവശ്യമായി ചോദിച്ച് ആവശ്യപ്പെട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള കടുത്ത താക്കീത് ഈ സൂക്തങ്ങളിലൂടെ അല്ലാഹു നൽകുന്നുണ്ട്. സ്വർഗത്തിന്റെ വിവരണവും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ശത്രുക്കൾ ഉണ്ടാക്കുന്ന വസ്വാസുകളും ഇത് കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൌത്യം സന്ദേശങ്ങൾ കൈമാറുകയും പ്രബോധനം ചെയ്യുകയും മാത്രമാണെന്നും അത് ഉൾക്കൊള്ളുന്നതും ഉൾക്കൊള്ളാതിരിക്കുന്നതും ജനങ്ങളുടെ കാര്യമാണെന്നും
ഉൾക്കൊള്ളുന്നവർക്ക് എന്ത് കൊടുക്കണം, ഉൾക്കൊള്ളാത്തവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് അല്ലാഹു തആല തീരുമാനിക്കുമെന്നും വിശദീകരിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഏതായാലും വളരെ പ്രാധാന്യമുള്ള ഒട്ടനവധി ആശയങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുകയും അതേപോലെ വിശ്വാസികൾ കൃത്യമായി ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട സന്ദേശങ്ങളും തന്നെയാണ് ഈ അധ്യായത്തിന്റെയും ഉള്ളടക്കം എന്ന് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ അധ്യായം നമുക്ക് ആരംഭിക്കാം. നേരത്തെ സൂചിപ്പിച്ചു 43 സൂക്തങ്ങളാണ് ഇതിലുള്ളത്. ഹിജറയുടെ മുമ്പ് അവതരിച്ച മക്കി സൂറകളുടെ കൂട്ടത്തിലാണ് ഇത് പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്വഭാവം ഇതിൽ പൊതുവായിട്ട് കാണാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അലിഫ് ലാം മീം റാ. വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി സൂറകളുടെ ആദ്യത്തിൽ കേവല അക്ഷരങ്ങൾ കൊണ്ടുള്ള തുടക്കമുണ്ട്. ആ തുടക്കത്തെ സംബന്ധിച്ച് അലിഫ് ലാം മീം റാ ഉൾപ്പെടെയുള്ള തുടക്കത്തിൽ അക്ഷരങ്ങളുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് ധാരാളം വിശകലനങ്ങൾ പണ്ഡിതന്മാർ നടത്തുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു വ്യാഖ്യാനം അല്ലാഹു അഅലമു ബിമുറാദിഹി, എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് അല്ലാഹുവിന് അറിയാം എന്ന് പറയലാണ്. അത് തന്നെ ആ വ്യാഖ്യാനത്തോടൊപ്പം തന്നെയാണ് നമ്മളും മുമ്പ് വന്ന സൂറത്തുകളിലൊക്കെ നിന്നത്. ഇവിടെയും നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നാണ് അത് സംബന്ധമായി പറയാനുള്ളത്. പിന്നീട് അല്ലാഹു പറയുന്നത് തിൽക ആയാത്തുൽ കിതാബി, ഈ വിശുദ്ധമായ ഖുർആൻ, ഇതിലെ സൂക്തങ്ങൾ അത് ഗ്രന്ഥത്തിലെ അഥവാ ഖുർആനിലെ സൂക്തങ്ങളാകുന്നു, വേദഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തിൽക ആയാത്തുൽ കിതാബ്, വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളാകുന്നു ഇവിടെ വിശദീകരിക്കുന്നത് എന്ന്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള ഈ വാക്യങ്ങൾ അത് അള്ളാഹുവിന്റെ വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ അവന്റെ വാക്കുകളാണ്, അവൻ വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ് എന്ന് അള്ളാഹു പറയുന്നു. വല്ലദീ ഉൻസില ഇലൈക, നബിയെ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്, മിർ റബ്ബിക തങ്ങളുടെ നാഥനിൽ നിന്ന് തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് അൽ ഹഖു, അത് സത്യമാകുന്നു, അതിലൊരിക്കലും തന്നെ കള്ളമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയതല്ല, അതിശയോക്തി കലർത്തിയതല്ല. അതിൽ പറഞ്ഞ ഓരോ വാക്യങ്ങളും എക്സാക്ട് ആയിട്ട് എന്താണ് ശരിയായ വിധത്തിലുള്ള സംഗതികളാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഈ അദ്ദേഹത്തെ ഖുർആനിന്റെ ആധികാരികത അല്ലാഹു തആല സമർത്ഥിക്കുകയാണ് ഇവിടെ. വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ, പക്ഷെ അധിക ആളുകളും വിശ്വസിക്കുന്നില്ല. അതായത് കടുത്ത മാത്സര്യവും അതേപോലെ തന്നെ സത്യത്തോടുള്ള കെടുമ്പും അതുപോലെ തന്നെ കുശുമ്പും അതു കാരണത്താലാണ് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തത്. മനസ്സിൽ കാപട്യമോ അല്ലെങ്കിൽ നിഷേധമോ ഉറച്ചുപോയിട്ടുള്ളതിന്റെ ദുരന്തമാണ് വിശുദ്ധ ഖുർആനിന്റെ ഇത്രയും സുതാര്യമായ നിലപാടുകൾ മുന്നിലുണ്ടായിട്ടും അതിന്റെ ആശയങ്ങളുടെ സജീവതയും അതിന്റെ സത്യസന്ധതയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടും അത് ഉൾക്കൊള്ളാൻ പലരെയും മനസ്സ് പാകപ്പെടാത്തത് അവരുടെ മനസ്സിന്റെ അങ്ങേയറ്റത്തെ ദുഷ്ടതയും അതേപോലെ തന്നെ കുടിലതയുമാണ്. സത്യത്തോടുള്ള അവരുടെ തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ശൈലി വല്ലാതെ ഗൗരവതരമായ വിധത്തിലായതുകൊണ്ടാണ് എന്ന് അല്ലാഹു ഉണർത്തുകയാണ്. വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ, അധികരിച്ച ജനങ്ങളും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം അതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്തിന്റെ രേഖയും അതേപോലെ അവൻ ഏകനാണ് എന്നതിലേക്ക് തെളിയിക്കുന്ന കൃത്യമായിട്ടുള്ള പ്രാപഞ്ചിക രഹസ്യങ്ങളും പ്രാപഞ്ചിക തെളിവുകളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, ആകാശങ്ങളെ നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളില്ലാതെ ഉയർത്തി നിർത്തിയവനാണ് അല്ലാഹു. നോക്കൂ, നമുക്ക് നമ്മുടെ പരിചയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ ഒരു ചെറിയ ഒരു 10 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു കെട്ടിടം, ആ കെട്ടിടം താങ്ങി നിർത്തണമെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചുരുങ്ങിയ ഉയരത്തിൽ ഒരു ചെറിയ പന്തൽ നിർമ്മിക്കണമെങ്കിൽ പോലും അതിന് അപ്പുറത്തുപ്പുറത്തൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 കാലുകളെങ്കിലും 4 തൂണുകളെങ്കിലും അതിന് ആവശ്യമാണ്, അല്ലെ? അല്ലെങ്കിൽ കമ്പികളോ മറ്റോ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള സപ്പോർട്ട് കൊടുക്കണം. എന്നിട്ട് അവകൾക്കിടയിൽ തന്നെ എന്തു വേണം? ബീമും അതേപോലെ മറ്റു സംവിധാനങ്ങളും ഒക്കെ ഒരുക്കണം. അല്ലെങ്കിൽ ഒരു ചെറിയ പന്തല് പോലും നമുക്ക് ഉയർത്തി നിർത്താൻ സാധിക്കുന്നില്ല.
എങ്കിൽ നമുക്ക് കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന ആകാശം, നമ്മിൽ നിന്ന് എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ആകാശം അല്ലേ, ആ ആകാശത്തിന് ഒരു തൂണ് നമ്മൾ കാണുന്നില്ല എങ്കിൽ ഈ ആകാശത്തെ ഉയർത്തി നിർത്തുക എന്ന ഈ സംവിധാനം ഉണ്ടാക്കിയ തമ്പുരാൻ അവന്റെ ശക്തി എത്രയാണ്, അവന്റെ കഴിവെത്രയാണ് എന്ന് ഏത് ചെറുതായി ചിന്തിക്കുന്ന മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അല്ലാഹുല്ലദീ റഫഅ സമാവാതി, അല്ലാഹു ആകാശങ്ങളെ ഉയർത്തിയവനാണ്. ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണാനാകുന്ന തൂണുകളില്ലാതെ. നിങ്ങൾക്ക് കാണാനാവുന്ന തൂണുകളില്ലാതെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാത്ത തൂണുകൾ ഉണ്ടെന്ന പരാമർശനവും അതിൽ നിന്ന് വരാം. തൂണേ ഇല്ലാത്തത് കൊണ്ടാണ് കാണാത്തത് എന്നും വരാം. അവിടെ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത് തൂണു തന്നെ ഇല്ല എന്നതിനാണ് ഇവിടെ കൂടുതൽ പ്രസക്തി എന്നാണ്. കാരണം പടച്ച തമ്പുരാന്റെ ഖുദ്റത്ത്, അവന്റെ കഴിവ് അത് നന്നായി പ്രൊജക്ട് ചെയ്യുകയല്ലേ അവിടെ. അപ്പൊ നിങ്ങൾക്ക് കാണാനാവാത്ത ഹിഡൻ തൂണുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉള്ളതിനേക്കാൾ അർത്ഥവ്യാപ്തിയും അതേപോലെ തന്നെ റബ്ബിന്റെ ഖുദ്റത്തിന്റെ ശക്തിയും കൂടുതൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? അത് തൂണേ ഇല്ല എന്ന് പറയുന്നതിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളില്ലാതെ എന്ന് പറഞ്ഞാൽ കാണാത്തത് തൂണേ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന നിരീക്ഷണത്തിനാണ് കൂടുതൽ ഇവിടെ പ്രസക്തി എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും എന്നിട്ട് അല്ലാഹു പറഞ്ഞു സുമ്മസ്തവ അലൽ അർശി. ഇവിടെ സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നേന്ന് അർത്ഥമൊന്നും വെക്കേണ്ടയില്ല. സാധാരണഗതിയിൽ സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നേന്നാണ് അർത്ഥം. പക്ഷെ പിന്നേന്ന് പറയുമ്പോൾ ആദ്യം ഇത് നടന്നു പിന്നെ മറ്റത് എന്ന ഒരു വ്യാഖ്യാനം വെക്കേണ്ടതില്ല എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അപ്പൊ സുമ്മസ്തവ അലൽ അർശി, അർശിന്റെ ആധിപത്യം അല്ലാഹു ഏറ്റെടുക്കുകയും ചെയ്തു. ഇവിടെ ഈ ആയത്ത് ഇസ്തവാലൽ അർശി എന്നതിന് അർശുമ്മൽ ആസനസ്ഥനായി എന്ന് അല്ലാഹുവിന് ആസനം സ്ഥാപിക്കുന്ന ഒരു കടുത്ത അപരാധം നമ്മുടെ നാട്ടിലെ പരിഭാഷകൾ എഴുതുന്നവർ പല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ, ഖുർആന്റെ പരിഭാഷ എഴുതിയ പലരും പല കുഴപ്പങ്ങളും ഉണ്ടാക്കിയ കൂട്ടത്തിൽ മറ്റൊരു കുഴപ്പമാണ് അല്ലാഹുവിനെ ജഡവൽക്കരിക്കുക എന്ന അപകടം. അതുകൊണ്ടാണ് ആസനസ്ഥനായി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ആസനുണ്ട് എന്ന് വന്നു. അതേപോലെ തന്നെ എന്നിട്ട് അല്ലാഹു തആല അർശുമൽ എന്താവുന്നു? ആസനം കൊണ്ട് ഇരുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു ആകുന്ന സൃഷ്ടാവിൽ അവർ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കടുത്ത തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശനങ്ങൾ. നോക്കൂ, സുമ്മസ്തവ അലൽ അർശി എന്ന് പറയുന്ന ആ ആയത്ത് വിശദീകരിച്ചെടുത്ത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, തഖദ്ദമ തഫ്സീറു ദാലിക ഫി സൂറത്തുൽ അഅറാഫ്. സൂറത്തുൽ അഅറാഫിൽ ഇതിന്റെ വ്യാഖ്യാനം നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. വഅന്നഹു യുമററു കമാ ജാഅ മിൻ ഗൈരി തക്യീഫിൻ വലാ തശ്ബീഹിൻ വലാ തഅതീൽ. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സൂക്തത്തെ അതിനെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തുന്ന വിധത്തിൽ ആസനം കൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നത് സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്ന അർത്ഥകൽപ്പനയാണ്. അങ്ങനെയൊന്നുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് പോകണം എന്നവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. അവിടെ സൂറത്തുൽ അഅറാഫിൽ ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചത് എങ്ങനെയാണ്? മഹാന്മാരായ മുഫസ്സിറുകൾ വഇന്നമാ യസ്ലുഖു ഫി ഹാദൽ മഖാമി മദ്ഹബ സലഫുസ് സാലിഹ്, സലഫുസ് സാലിഹീങ്ങളുടെ മാർഗം, ആ മാർഗത്തിലാണ് ഇവിടെ പ്രവേശിക്കേണ്ടത്. ആ റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത്. പല വാക്കുകളും പല വ്യാഖ്യാനങ്ങളും ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പോകേണ്ടത് സലഫുസ് സാലിഹ് പൂർവ്വസൂരികളുടെ ആ റൂട്ടിലാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഔസാഇ റളിയല്ലാഹു അൻഹു, ഇമാം സുഫിയാൻ സൗരി തങ്ങൾ, ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അഹ്മദ് റംബൽ റളിയല്ലാഹു അൻഹു, ഇസ്ഹാഖ് ഇബ്നു റാഹവഹി റളിയല്ലാഹു അൻഹു അടക്കം ധാരാളം മിൻ അഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വ ഹദീസ, മുസ്ലിംകളുടെ മതനേതൃത്വത്തിലെ മുൻഗാമികളും പിൻഗാമികളുമായിട്ടുള്ള ധാരാളം ആളുകൾ അവർ സ്വീകരിച്ച റൂട്ടാണ് ശരി. എന്താ? വഹുവ ഇംറാറുഹ കമാ ജാഅത്ത്, അത് അല്ലാഹു തആല എന്താണോ പറഞ്ഞത് അതുപോലെ അങ്ങ് പറയാ. മിൻ ഗൈരി തക്യീഫിൻ, അതെന്തില്ലാതെ പറയാ, അതിനൊരു രൂപം കാണാതെ. അപ്പൊ ആകാശത്ത് ആസനസ്ഥനായി എന്ന് പറയുമ്പോൾ അതിനൊരു കൈഫിയത്ത് സ്ഥാപിക്കലാണ്. അങ്ങനെ അർത്ഥം പറയുന്നത് തെറ്റാണ്.
വല തശ്ബീഹിൻ, അതേപോലെ തന്നെ സൃഷ്ടികളോട് തുലനപ്പെടുത്തുന്ന രീതി. ആസനസ്ഥനായി ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ പടപ്പുകൾ ചെയ്യുന്ന ഒരു സ്വഭാവത്തോട് അതിന് സാമ്യപ്പെടുത്തലുണ്ട്. വല തഅ്തീലിൻ, അതിന് ഒരർത്ഥമല്ല എന്ന അർത്ഥത്തിൽ അങ്ങനെയും കാണണ്ട. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന എന്തോ ഒരർത്ഥം അതിനുണ്ട്. ആ അർത്ഥത്തിൽ എന്ന് പറയണം. വല്ലാഹിൽ മുതബാദ്ദിരീന അസ്ഹാരിൽ മുശബ്ബിഹീന. പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്നവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ബാഹ്യമായിട്ടുള്ള അർത്ഥങ്ങൾ, ആ അർത്ഥമൊന്നും അവിടെ ഉദ്ദേശമല്ലാതെ അതൊക്കെ മംഫിയുന്നനില്ല, അള്ളാഹ്ക്ക് അതൊന്നും ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെ വിശദീകരിക്കണം. കാരണം ഫഇന്നല്ലാഹ ലാ യശ്ബഹുഹു ശൈഉം മിൻ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ സൃഷ്ടികളിൽ നിന്നൊന്നും തന്നെ സാമ്യമാകുന്നില്ല. അതുകൊണ്ട് ബലിൽ അംറു കമാ ഖാലല്ല ഇമാമുകൾ പറഞ്ഞതുപോലെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ? മൻ ശബ്ബഹ അല്ലാഹ ബിഖൽഖിഹി, അല്ലാഹുവിനെ അവന്റെ സൃഷ്ടികളോട് ആരെങ്കിലും തുലനപ്പെടുത്തിയാൽ ഫഖദ് കഫർ, അവൻ നിഷേധിയായി, സത്യനിഷേധിയായി. വമൻ ജഹദ മാ വസഫല്ലാഹു ബിഹി നഫ്സഹ, അല്ലാഹു അവന് പറഞ്ഞൊരു വിശേഷണത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ ഫഖദ് കഫർ, അവരും നിഷേധിയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പറ്റി പറഞ്ഞു ഇസ്തവ അലൽ അർശി എന്ന്. അപ്പൊ ആ ഇസ്തവ അലൽ അർശി എന്ന് നമ്മളും പറയുന്നു. പക്ഷെ അതിന് ആസനം കൊണ്ടിരിക്കുക എന്ന സൃഷ്ടികളോട് തുലനപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തെ അവയവങ്ങൾ സ്ഥാപിക്കുന്നതോ ആയിട്ടുള്ള അർത്ഥമൊന്നും അതിന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഇസ്തവ അലൽ അർശി എന്ന് മാത്രം പറഞ്ഞു നിർത്തുക. ഇനി അർത്ഥം പറയുന്നുവെങ്കിൽ പടച്ച തമ്പുരാന് അവയവം സ്ഥാപിക്കുന്ന വിധത്തിലുള്ളതല്ലാത്ത അവന്റെ മഹത്വത്തോട് യോജിക്കുന്ന അർത്ഥം പറയാം. അവ മഹത്വത്തോട് യോജിക്കുന്ന ഇസ്തവ അലൽ അർശി, അർശിന്റെ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു, അല്ലെങ്കിൽ അതേ അവൻ അടക്കി ഭരിക്കുന്ന സ്വഭാവം സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പിൻഗാമികളായിട്ടുള്ള മഹത്തുക്കൾ അவ்விധം അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയും തെറ്റല്ല. എന്നാൽ ഒരർത്ഥവും പറയാതെ ഇസ്തവ അലൽ അർശി എന്ന് അള്ളാഹു പറഞ്ഞു, നമ്മളും അത് പറയുന്നു എന്ന് പറഞ്ഞു നിർത്തുന്നതാണ് അഭികാമ്യം എന്ന നിരീക്ഷണവും ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇസ്തവ സുമ്മസ്തവ അലൽ അർശി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്ന റൂട്ടിലൂടെ അതിനെ അള്ളാഹു കറക്കുന്നു. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ, ഓരോന്നും അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദബ്ബിറുൽ അംറ, അവൻ കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും മഴ നൽകുന്നതും അങ്ങനെ തുടങ്ങി പ്രകൃതിയിൽ കാണുന്ന എല്ലാം അള്ളാഹു നിയന്ത്രിക്കുന്നതാണ്. യുഫസ്സിലുൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വിശദീകരിക്കുകയും ചെയ്യുകയാണ്. ലഅല്ലക്കും ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ, നിങ്ങളുടെ നാഥനെ നിങ്ങൾ കണ്ടുമുട്ടുമെന്ന് നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നതിന് വേണ്ടി. അതായത് ഇவ்விധത്തിൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന അള്ളാഹുവിന് നിങ്ങൾ ഒരിക്കൽ കൂടി പുനർജനിപ്പിക്കാനോ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിശകലനം നടത്തി നിങ്ങൾക്ക് ശിക്ഷയോ രക്ഷയോ നൽകാനോ അള്ളാഹുവിന് യാതൊരു കുഴപ്പമില്ല എന്ന് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കാനാണ് അല്ലാഹു തആല ഈ കാര്യം ഇവിടെ സ്ഥിരീകരിക്കുന്നതെന്ന് പറയുന്നു. അല്ലാഹു നമ്മെ എല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു